பேரு பருந்த அந்த பருந்து கீழ 100 பசங்க. സോ കിൽ പോയിന്റ് പൊസിഷൻ പോയിന്റ് KVAക്ക് വേണം എന്നുള്ള രീതിയിലാണ് അവർ ആ ഫൈറ്റ് ചെയ്യുന്ന ബാക്ക് ഓഫ് ആയിട്ടുണ്ട്. ആൻഡ് 7 ടീമും 59 പ്ലേയേഴ്സും 7 ടീമും 59 പ്ലേയേഴ്സും മാത്രം ബാക്കി. നമുക്ക് നോക്കാം. ഇത് മരമല്ല, ഫോറസ്റ്റ്. ഒരു ഫോറസ്റ്റ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു ടീം ഫുള്ളും അപ്പല അങ്ങോട്ടാണ്, ആ ഫോറസ്റ്റിലോട്ടാണ് ചെന്ന് കേറി കൊടുക്കാൻ പോകുന്നത്. ആ ഫോറസ്റ്റിന്റെ കൂടെ കയറി ഇരിക്കുമെന്ന് അറിയത്തില്ല. ഒരു ഫോറസ്റ്റിന്റെ അടുത്ത് ഒരു ചെറിയൊരു ചെടിയാണ് ചെന്ന് കയറി പോണത്. പോവല്ലേ എന്നാണ് പറയുന്നത്. കാട് വെട്ടി പോവാണ് KVയുടെ. എനിക്ക് അടുത്തോട്ട് ചെന്നാ എനിക്ക് തോന്നുന്നു ESPയുടെ കൂർക്കം വലി കേൾക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടേക്ക് വരുന്നു. അപ്പല്ലോ കൊണ്ടുവന്നു, കാട്ടിലോട്ട് കൊണ്ടുവന്നു ESPന്റെ അടുത്തോട്ട്. അവിടെ എന്താവും ഇപ്പൊ? അവന്മാരെല്ലാം കാട്ടിൽ തന്നെ ഇരിക്കണം എപ്പോഴും. അവന്മാരിപ്പോഴും കാട്ടില്ല. പൊങ്ങി ഒന്ന് അടിക്കുന്ന ആലോചിച്ച് നോക്കിയേ. ESR ഒരാളെ പിടിക്കാൻ പോയത് ഇപ്പൊ ഒരു 10 പേരെ അടുത്താണ് ഒന്ന് കയറുന്നത്. ഇതുവരെ അനങ്ങിയിട്ടില്ല. എന്ത് ട്രിഗർ ഡിസിപ്ലിൻ ആയി കാണിക്കുന്നത് ESP. മരം തട്ടി വിളിച്ചാണ്ടത്. അടിച്ച് എന്റെ മോനെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ KVയെ പിക്കടിയാൻ വന്ന ASR വേറൊരു ടീമിനായിട്ടാണ് വന്ന് കയറിയത്. വിചാരിക്കാത്ത പ്ലാനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എന്നാലും ESP വരുന്ന ഒരു പിക്ക് എടുക്കുന്നുണ്ട്. ബാറ്റിസ്റ്റ ASRന്റെ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. ESP വരും വീണ്ടും ഒരു പിക്ക്. ഈ എസ്റ്റാവോ വേറൊരു പിക്ക് ASRന്റെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫൈറ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2 സ്ഥലത്തും 2 നല്ല പോലെ കില്ലെടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ കറങ്ങി പോകുന്നുണ്ട് ESP. ASR കട്ടുസ് ഒരു പിക്ക് എടുക്കുന്നു. ESP പാമ്പസൂർ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു പിക്ക് എടുത്ത് ഞാനൊരു പിക്ക് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2 ടീമും നല്ല പോലെ അടിക്കുന്നുണ്ട്. ASR ഡീന് ഫിനിഷ് ചെയ്യുന്നുണ്ട് ആ ഒരു പിക്ക്. നോക്കുകയാണെങ്കിൽ നല്ല പോലെ ഫൈറ്റ് ചെയ്യുന്ന ESP വണ്ണും നമ്മുടെ കാറ്റുസും രണ്ടുപേരും 1-1 എടുക്കുന്നുണ്ട്. അവിടെ എന്ത് നടക്കും സംഭവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കുറെ നോക്കുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ESPയുടെ പ്ലേയേഴ്സ് 2 പേര് താഴെ വീണു. ASRലെ ഒരു പ്ലെയറും താഴെ വീണു. ആൻഡ് ESPയിലെ പ്ലെയറിനെ വൈപ്പ് ഓഫ് ആക്കി. അവിടെ ASR അവിടെ ESPയെ വൈപ്പ് ചെയ്തു. അവൻ എങ്ങനെ കണ്ടത്? അത് പോച്ചയ്ക്ക് ചുമ്മാ ഫയർ മറ്റേ പ്ലെയർ ഇരിക്കണ്ടോന്ന് അറിയാനേ വെറുതെ ഫയർ ചെയ്താന്ന് തോന്നുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞ KVയില് അവൻ മടയിലോട്ട് കൊണ്ടിട്ട് ഒരു കില്ലിന് വേണ്ടി പോയിട്ട് ഇപ്പൊ 10 കില്ല് കിട്ടിയ സത്യം. ആ കിൽഫീഡ് കാണിച്ചേ. AS റോമ നോക്കുകയാണെങ്കിൽ 15 കില്ലോട് കൂടി AS റോമ KVയ്ക്ക് മുകളിൽ എത്തിയിരിക്കുന്നു. AS റോമ വിത്ത് 15 കിൽസ്, KVA വിത്ത് 10. KVയുടെ അടുത്ത് ഫൈറ്റ് ആയോ? KVയുടെ പ്ലെയർ ഒറ്റയ്ക്ക് അവിടെ കേറിപ്പോയി. ആരാ? ഓക്കെ, അപ്പേലോ പാറ്റോയെ അവിടെ DRS KVA അങ്ങനെ 6ാം സ്ഥാനത്ത് ഈ ടൂർണമെന്റിൽ നിന്ന്, ഈ ഒരു മാച്ചിൽ നിന്ന് പുറത്താവുന്നു KVA. അപ്പൊ DRS തൊട്ട് മോളി വന്നിട്ടുണ്ട്. കിൽഫീഡ് ഒന്ന് കാണിക്കും. കിൽഫീഡ് മറ്റേ കില്ലിന്റേത്. And ESP with 9 kills, TBS with 8. ESP ഓൾറെഡി പുറത്തു പോയതാണ്. ആൻഡ് TBS നോക്കുവാണെങ്കിൽ 8. ഉഷ്ണമൂല ഓൾറെഡി പുറത്തായി. അഗാർത്ത് ഓൾറെഡി പുറത്തായി. DRS വൈക്കിങ്സ് പുറത്തായി. MX18 റൂത്ത്ലെസ് അഗ്രഷനുമാണ് ഇനി ബാക്കിയുള്ളത്. നമുക്ക് നോക്കാം. ഈ ഒരു സോങ് കണ്ടോ? പുള്ളി റിഡ്ജ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സോൺ വരുന്നത്. ഒരു റിഡ്ജ് വന്ന സോൺ, ഒരു എന്താ പറയാ, ഒരു ഹിൽ സോണാണ് വന്നത്. അതെ. ഈ സൈഡിലോട്ടെ ഫസ്റ്റ് ടൈം ആണ്. എത്ര പ്ലേയേഴ്സ് ഉണ്ട്? 3, 6, 8, 9 പേരുണ്ട്. 9 പേരുണ്ട് ASR. ഇത് ഈ ASR T47 ടീമാണോ? T47 ടീമാന്ന് തോന്നുന്നുണ്ട്. 8 പേര്. ഓ, ASR വേഴ്സസ് DRS നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഓ, മൊളട്ടോസ് ഒക്കെ വരുന്നു. അവിടെ നിന്ന് ഒരു മൊളട്ടോ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ പയ്യെ കേറി വരുവാണ്. ഓ, അടി കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും മൊളട്ടോസ് ഒക്കെ വരുന്നുണ്ട്. ഓ, തീ അവന്റെ തീർത്ത് പിടിച്ചു. ഓ, ASR വന്ന് ഫൈറ്റ് എടുത്ത് തുടങ്ങി. നമുക്ക് നോക്കാം. അവിടെ നല്ലൊരു ബോളി വീണു. ASR വേഴ്സസ് DRS.
അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഫൈറ്റ്. ഇതൊരു ആരും നോക്കുമായിട്ടില്ല, ആരും കില്ലായിട്ടില്ല. നമ്മൾ നോക്കുവാണെങ്കിൽ കറങ്ങി അടിക്കുന്നുണ്ട്. ASR വന്നിട്ട് നല്ലൊരു പിക്ക്. അടുത്തൊരു നോക്കോ, DRS അടുത്ത പ്ലെയർ നോക്കണേ. ASR അവിടെ കാഷ്വാലിറ്റീസ് ഒന്നും ഇല്ലാതെ അടിച്ചോണ്ടിരിക്കുന്നു. ഇത് ASR റോസിന്റെ അടുത്തൊരു പിക്ക്. അലന്റെ അടുത്തുള്ളത് നോക്കുകയാണെങ്കിൽ ലവ് പോഷൻ ബേക്കുന്ന അടിക്കുന്നുണ്ട്. നമ്മളെ ലാഗർ ബിജുവിനെ എടുക്കുന്നുണ്ട്. ബിജുവാണെന്ന് തോന്നുന്നു. ബാറ്റിസ്റ്റ ആ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അവൻ ബഗ്ഗാന്ന് തോന്നുന്നുണ്ട് ഇവൻ. ഇല്ല അവരുടെ ടീമിൽ ഒരു പ്ലെയർ കൂടെ ഉണ്ടല്ലോ. കുറച്ച് താഴെ. തെക്കൻ സാബു വടക്കേ സൈഡിലാണ് നിൽക്കുന്നത്. ഷിബു തെക്കൻ ഷിബുവിനെ കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. തെക്കൻ ഷിബുവിനെ അടിക്കാൻ വരുന്നു. പാഷൻ ഫ്രൂട്ട് ഓടി വരുന്നു തെക്കൻ ഷിബുവിനെ അടിക്കാൻ. തെക്കൻ ഷിബുവിനെ കണ്ടില്ല, ഇപ്പൊ കണ്ടു. അവൻ അടിച്ചു കാണിച്ചു കൊടുത്തു. തെക്കൻ ഷിബുവിനെ കണ്ടു. തെക്കൻ ഷിബുവിനെയും 0 കാഷ്വാലിറ്റിയിൽ ASR അവിടെ അടുത്തൊരു ടീമിനെ കൂടെ വൈപ്പ് ചെയ്യുന്നു. ASRന്റെ ഒരു മുട്ടൻ കംബാക്ക്. നോക്കുവാണെങ്കിൽ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജിൽ കേറിപ്പോയാണ് ASR അടിച്ച ആ ഒരു വൈപ്പാക്കിയത്. നോക്കുവാണെങ്കിൽ TBS വീണ്ടും അങ്ങോട്ട് ചെന്ന് കയറുന്നു. ഇതെന്തൊക്കെയാ സംഭവിക്കുന്ന ഒരു പിടിയില്ല. ഈ ഒരു സോൺ എങ്ങനെ തീരുമെന്ന് നമുക്ക് അറിയത്തില്ല. നോക്കുവാണെങ്കിൽ ARS എന്തായാലും താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ റാൻഡ് അടുത്തോട്ടാണ് വരുന്നത്. 4 ടീമിലും നോക്കുകയാണെങ്കിൽ അറിയാം, 4 ടീമിലും അത്യാവശ്യം പ്ലേയേഴ്സ് എലവ് ഉണ്ട്. മനസ്സിലാക്കട്ടെ, ഇവട്ടം അങ്ങനെ ഒരു ഇതാണ്. 4 ടീമിലും ഏകദേശം പ്ലേയേഴ്സ് എലവ് ഉണ്ട്. റാനിലും ASRലും അതുപോലെ TBSും. ഒരു ടീം കൂടെ ഉണ്ടല്ലോ. ഒരു ടീം ആരാണ് ഇവിടെ MX13. അത്യാവശ്യം എല്ലാ ടീമിലും പ്ലേയേഴ്സ് എലവ് ആണ്. സോ ഒരു നല്ല ഫൈനൽ 4 ഫൈറ്റ് നമുക്ക് MX13 അടുത്തോട്ടാണ്. നമുക്ക് നോക്കാം. ASR സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഹൈറ്റ് അഡ്വാൻറ്റേജ് സീനില്ലെന്ന് പറഞ്ഞാണ് കയറി പോണത് എല്ലായിടത്തോട്ടും. നോക്കുകയാണെങ്കിൽ ASR MS13 അടുത്തോട്ടാണ് വരുന്നത്. റാൻ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു സത്യം പറഞ്ഞ ഒരു 3rd പാർട്ടി 4th പാർട്ടി എല്ലാം നടക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ASR വീണ്ടും നിർത്താതെ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന റാണെന്ന് പേരുണ്ടെങ്കിലും ASR ആണ് കൂടുതൽ ഓടുന്നത് നമ്മൾ കാണുന്നത്. നോക്കണെങ്കിൽ MS13 നല്ലപോലെ അവിടെ അടിക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറ്റി വിടാൻ നമ്മൾ MS13 സമ്മതിക്കുന്നില്ല ASRനെ. നോക്കുകയാണെങ്കിൽ ASR വീണ്ടും താഴോട്ട് പോകുന്നുണ്ട്. താഴോട്ട് പോകുമ്പോൾ TBSന്റെ അടുത്തോട്ടാണ് പോകുന്നത് നമുക്ക് അറിയത്തില്ല. എന്തായാലും നോക്കും MS13 അടിക്കുന്നുണ്ട്. നല്ലപോലെ ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല ASRനെ. MS13 അതൊരു നല്ലൊരു ഇതാണ് ചെയ്തത്. ഇപ്പൊ തന്നെ റാൻ വേഴ്സസ് ASR ആണെന്നോ നോക്കാം. TBS കുറച്ച് റൈറ്റ് ആംഗിൾ റൊട്ടേഷൻ എടുത്ത് അവർ ടോപ്പിലെ പീക്കിലേക്ക് പോകാനുള്ള ശ്രമമാണ്. പക്ഷെ MS13 അടുത്തോട്ടാണ് ചെല്ലുന്നത് അവര്. MS13 ബാക്ക് സൈഡിൽ കൂടെ വരുന്നുണ്ട്. MS13 സ്പോട്ട് ചെയ്തിട്ടില്ല TBSന്റെ ഒരു എൻട്രി. നല്ലൊരു റൊട്ടേഷൻ ബൈ TBS. അറിഞ്ഞിട്ടില്ല MS13 അറിഞ്ഞിട്ടില്ല. അടി തുടങ്ങി. TBSന്റെ സൈഡിൽ നിന്ന് ഒരു കീഴിലെ റൊട്ടേഷൻ. MS13 വിചാരിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫൈറ്റ്. എന്തായാലും TBS നല്ലൊരു കറങ്ങി വന്ന് നല്ലൊരു ഫൈറ്റ് എടുത്തിട്ടുണ്ട്. MS13 നല്ലപോലെ ടാഗ് കൊടുക്കുന്നുണ്ട്. MS13 ആ പ്രതീക്ഷിക്കാതെ ഇരുന്നുകൊണ്ട് തന്നെ ഫൈറ്റ് എടുക്കാൻ അവർക്ക് നോക്കുകയാണെങ്കിൽ ASR 3rd പാർട്ടി എടുക്കാൻ വേണ്ടി വീണ്ടും പിറകിലോട്ട് വരുന്നുണ്ട്. MS13 നല്ലപോലെ പണി കിട്ടിയിട്ടുണ്ട്. TBS തണ്ടർ ഡ്രോ ആണെങ്കിൽ MS13 GTSന്റെ എടുത്തിട്ടുണ്ട്. ഒരു പീക്ക് എടുത്തിട്ടുണ്ട്. MS13 ഒരാൾ ഡൗൺ ആണ്. അതുപോലെ തന്നെ TBSന്റെ ഇടയ്ക്കായി പോയിട്ടുണ്ട് MS13. നല്ലൊരു ഫൈറ്റ്. MS13 ആ ഒരു ഏരിയയിൽ നിന്ന് മാറിപ്പോകാൻ തന്നെ നോക്കുവാണെങ്കിൽ ASRും TBSും തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ വേണ്ടി MS13 അവിടുന്ന് ബാക്ക് ഔട്ട് ആയതുകൊണ്ട് നോക്കുവാണെങ്കിൽ അത് വർക്ക്ഔട്ട് ആയി എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇല്ല, MS13 പണി പാളിയിരിക്കുന്ന MS13 എല്ലാ സൈഡിൽ നമ്മൾ നിന്നിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ MS13 റാനുമായിട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. TBS നോക്കുകയാണെങ്കിൽ TBSും നമ്മുടെ ASRുമായിട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകൾ വീഴുന്നു. ASRന്റെ ഡാഡി വീണു. അതുപോലെ MS13 കുട്ടിയോടെ വീണിട്ടുണ്ട്. ASR ഇവിടെ ബാക്കിൽ ഒരാൾ വന്നു. ഗട്ട്സ് അവിടെ ASR സ്വന്തം ടീമിൽ ഒരാളെ ഫിനിഷ് ചെയ്തു. TBS ASRലെ റോക്കി വീണു. ASRലെ ഡാഡി വീണു. ASRന് നല്ല കാഷ്വാലിറ്റീസ് വീണു.
ASR TBS നല്ല രീതിയിൽ കളിച്ചോണ്ടിരിക്കുന്നു. തണ്ടർ ബോയ് അവിടെ ഗുഡ് ഷോയെ നോക്കാക്കുന്നു. ASRൽ ഒരു പ്ലെയർ മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. നല്ലൊരു കംബാക്ക് ഫ്രം TBSന്റെ സൈഡിൽ നിന്ന് നല്ല അടി. അവൻ ബഗ്ഗായെന്ന് തോന്നുന്നു. ആള് ബഗ്ഗായെന്ന് തോന്നുന്നു. ആ പ്ലെയർ വേറെ കൂടെ പോയി ബഗ്ഗായെന്ന് തോന്നുന്നു. ഓക്കെ, ASRലെ പ്ലേയേഴ്സ് എല്ലാം നോക്കായിട്ടുണ്ട്. TBS അവിടെ ASR ബാക്ക് എടുക്കുന്നു. TBSന്റെ നല്ലൊരു ഗെയിം പ്ലേ ഫ്രം TBS. പക്ഷേ MS13 സ്റ്റിൽ സർവൈവിംഗ്. MS13 സ്റ്റിൽ സർവൈവിംഗ്. ആ ഒരു ഏരിയയിൽ പെട്ടുപോയിട്ട് MS13 സ്റ്റിൽ അലൈവ് ആണ്. MS13 നോക്കാക്കുന്നു. TBSന്റെ സൈഡിൽ ഒരു അഗ്രസീവ് പുഷ് നമുക്ക് പ്രതീക്ഷിക്കാം. MS13 കുട്ടു. MS13 നല്ലൊരു TBS അടിക്കുന്നു MS13 വീണ്ടും. ഈ MS13 വീണ്ടും പണി പാളിയിരിക്കുന്നു. MS13 നല്ലപോലെ ടാഗ് കിട്ടുന്നുണ്ട്. TBS ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മേലെ ഹൈറ്റ് ആയിട്ട് TBS ഉള്ളത്. MS13 രണ്ട് പേരുടെ നടുക്കാണ് നിൽക്കുന്നത്. റാൻഡേയും TBSന് നടുക്കാണ് MS13 പെട്ടിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ ആരെ ഫൈറ്റ് ചെയ്യുന്ന നോക്കാം. MS13 എനിക്ക് തോന്നുന്നു കൂടുതൽ റാൻ അടിക്കാനുള്ള ഫോക്കസിലാണ് തോന്നുന്നു. റാൻ അടിക്കുന്നുണ്ട് MS13. നോക്കുകയാണെങ്കിൽ MS13 റാനിൽ ഒരാളെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഗ്രേക്കാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ വേറെ TBSലെ സെയിം MS13 കുട്ടിനെ എടുത്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നല്ല പോലെ പണി പാളിയാണ് നമ്മുടെ MS13. ഞങ്ങൾ പോയിട്ടില്ലെന്ന് പറഞ്ഞു തിരിച്ചു വരുന്നു. പാഷൻ ഫ്രൂട്ട് ഇത് പൊസിഷൻ പോയിന്റ് എന്റേതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് അവിടെ ആ ഫൈറ്റ് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പാഷൻ ഫ്രൂട്ട് TBS versus റാൻ ആവുന്നു. MS13 ലാസ്റ്റ് പ്ലെയറിനെ വൈപ്പ് ഓഫ് ആവുന്നു. MS13 വൈപ്പ് ഓഫ് ആയിട്ടില്ല. MS13 ഒരു പ്ലെയർ സ്റ്റിൽ സർവൈവിംഗ് ആണ്. റാന്റെ പ്ലേയേഴ്സും അവിടെ തന്നെ ഉണ്ട്. 3 ടീമുകൾ മാത്രം ബാക്കി. റാൻ, TBS ആൻഡ് AS റോമ. റാണിനെ സോണിൽ അകത്തോട്ട് കയറ്റാതെ തന്നെ TBS നല്ലപോലെ അവിടെ ഫൈറ്റ് എടുത്തോണ്ടിരിക്കുന്നു. ഈ സമയം നോക്കുകയാണെങ്കിൽ നമ്മുടെ ASRന്റെ പാഷൻ ഫ്രൂട്ട് അവിടെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്ന ഒരു പൊസിഷൻ പോയിന്റ് പിടിക്കാൻ വേണ്ടി തന്നെ നോക്കുകയാണെങ്കിൽ റാനിന് ഒരു ഇതുപോലും ഇല്ല. ഇങ്ങോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് TBS ഇറങ്ങി വന്ന് തന്നെ അടിക്കുന്നു. റാനിനെ റൺ ചെയ്യാൻ വേണ്ടി വിടുന്നില്ല. TBS ഒന്ന് അടിക്കുന്നു. TBS അടിച്ചു. TBS ASRനെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാൻ നമ്മുടെ നല്ലപോലെ റാൻ നോക്കുകയാണെങ്കിൽ ഒരു പയ്യൻ മാത്രം മേളിലോട്ട് വന്നിട്ടുണ്ട്. സാവിയും ലൂക്കുമാൻ എടുക്കുന്നു TBSനെ. സാവിയോ ഒരു പിക്ക് എടുക്കുന്നുണ്ട്. സ്റ്റിംഗ് ഒരു പിക്ക് എടുക്കുന്നുണ്ട്. TBS സ്റ്റിംഗ് ഗ്രീഡ് റാൻ ഡേവിഡിനെ എടുക്കുന്നുണ്ട്. TBS തണ്ടർ റോയ് നമ്മുടെ റാൻ ലുക്മാൻ എടുക്കുന്നുണ്ട്. ഹംസൻ നോക്കുകയാണെങ്കിൽ സാവി ആയിട്ട് ഒരു ഫൈറ്റ് 1v1 ഫൈറ്റ് എടുക്കുന്നുണ്ട്. ആരും അതിൽ ഫൈറ്റ് എടുത്ത് ജയിക്കും നോക്കാം. സംസൻ അടിക്കുന്നുണ്ട്. സാവി ഹംസൻ അടിക്കുന്നുണ്ട്. നല്ലപോലെ ടാഗ് കൊടുക്കുന്നുണ്ട്. ഹാവി നോക്കുകയാണെങ്കിൽ സാവിനെ എല്ലാവരും വളഞ്ഞിട്ട് അടിക്കുന്നുണ്ട്. സാവിനെ എടുത്തിരിക്കുന്നു. അങ്ങനെ പാഷൻ ഫ്രൂട്ട് അവിടെ അല്ലെ എസ്സാവോ അവിടെ തിരിച്ചു വന്നിരിക്കുന്നു. ഒരാള് മാത്രം ബാക്കി. TBSന്റെ കയ്യിലാണോ ഈ കളി എന്ന് നമുക്ക് നോക്കി നോക്കാം. എസ്സാവോ മാത്രം ബാക്കി. എസ്സാവോ ഹണ്ട് ചെയ്യാൻ വേണ്ടി TBSലെ പ്ലേയേഴ്സ് എല്ലാം തിരിച്ചു വരുന്നുണ്ട്. എസ്സാവോ അവിടെ ഫിനിഷ് ചെയ്യുന്നു. 27 കില്ലോട് കൂടി TBS getting a #1. എന്റെ അമ്മോ, കിട്ടിയിലും കളി വെച്ചിരിക്കുന്നു TBS. പറയാതിരിക്കാൻ വയ്യ, കിട്ടിയിലും കളി. TBSന്റെ സൈഡിൽ നിന്ന് ഇതുപോലൊരു ഗെയിം പ്ലേ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. പക്ഷേ വെരി വെൽ പ്ലേഡ് TBS. 37 പോയിന്റ്സ് ആണ് TBS സെക്യൂർ ചെയ്തിരിക്കുന്നത്.